ഗൈസ്, ഇതാണ് ഒരു മെർസഡീസ്. ഇതിൻ്റെ പ്രൈസ് ഒരു വെറും എത്രയാ അതിൻ്റെ ചീപ്പാ 39K ഉള്ളൂ. എൻ്റെ കയ്യിൽ 152K ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റേറിറ്റി ഒന്ന് നോക്കണേ. 0.3% റേറിറ്റി മക്കളെ. എങ്ങനെ വായിക്കാണ്ടിരിക്കാൻ പറ്റും? റീസെല്ലിൻ്റെ പ്രൈസ് ഒന്ന് ഓർത്ത് നോക്കി നിങ്ങൾ. V6 അല്ലത്. റീസെറ്റ് ചെയ്തിട്ട ക്യാരക്ടർ പൊളിച്ചടുക്കി. V6 അല്ല V8 അത്. അത്ര ലുക്കുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് കുഴപ്പമില്ല, നല്ല ലുക്കുണ്ട്. വെൽക്കം ടു ഫിക്സ് ഇറ്റ്. വായിക്കാൻ വയ്യ. നമ്മളിപ്പോൾ നമ്മുടെ പുതിയ ബെൻസിന് സെറ്റപ്പ് ആക്കാൻ പോവുക. ശരിക്കും കാണാൻ ഇച്ചിരി ഡേഞ്ചറസ് ആട്ടോ അത്. നോക്കി കണ്ടുണ്ടോ കണ്ട്. പക്ഷേ മാറ്റും അത്. പെയിൻറ്റ് എനിക്ക് ഇഷ്ടമില്ല. നല്ല പ്രോഫിറ്റ് ആയിരിക്കും കേട്ടോ ഇതിനെ സെറ്റപ്പ് ആക്കിയിട്ട്. ഓക്കെ, നല്ല ലുക്കുണ്ട്. ഇത്തിരി ഡേഞ്ചറസ് ലുക്കൊക്കെ മാറി. ബാറ്ററി ഓർഡർ ചെയ്യില്ലേ? അതുകൊണ്ട് കിടക്കും ബാറ്ററി. ഈ സാമാനം എടുത്ത് ഇതിലോട്ടും ഇടാം. നെക്സ്റ്റ് ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിലാണ് കഴുക ഇവിടെയാ. ഇതിനെടുത്തിട്ട് അപ്പുറത്ത് ഇതിൽ കൊണ്ടുവിടാം. ഇതിനെ എടുത്ത് ഇവിടെ വെക്കണം. എന്നിട്ട് ഇതിന് ആർക്കും അറിയത്തുണ്ടാവില്ല. ഇങ്ങനെ ഇതിൽ തന്നെ എടുത്ത് വെക്കണം. ട്രാൻസ്മിഷനത് ഇതിനെവിടെ ഇടുക? വെള്ളത്തിലോട്ട് തൊട്ടോട്ടെ. ഇവിടെ സ്പാർക്ക് പ്ലഗ്സ് സെപ്പറേറ്റ് ആക്കി നമുക്ക് വാങ്ങിക്കാം. ബാക്കിയെല്ലാം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സിമ്പിൾ. ബാറ്ററി റീചാർജ് ആയി. നമുക്ക് പോയി കടയിൽ പോയിട്ട് സ്പാർക്ക് പ്ലഗ്സ് വാങ്ങിക്കാം.
പ്രൈസ് നോക്കാൻ പോവാണ്. ഏത് പെൻറ്റിന് ഏതാണെന്നില്ല എനിക്കറിയില്ല. എന്താ സെറ്റ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ റീസെയിൽ റേറ്റ് എത്രയാണെന്ന് നോക്കാം. $70,000. 39,000 പ്രോഫിറ്റ് അല്ലേ? സെറ്റ്. പക്ഷെ നമുക്ക് ഓൺലൈനിൽ പോയിട്ട് 1,00,000 വെക്കാം. 100K പൊളിക്കാം. സോ ഇതുപോലെ നിങ്ങളിങ്ങനെ അടുത്ത് വണ്ടീൻ്റെ എൻജിൻ പാർട്സൊക്കെ റിപ്പയർ ചെയ്യുന്നതിൽ കുറേ ക്യാഷ് വേസ്റ്റ് ചെയ്യേണ്ട. നമ്മുടെ സ്പാർക്ക് പ്ലഗ്സ് എന്തായാലും ചീപ്പാണ്. അതുകൊണ്ട് സ്പാർക്ക് പ്ലഗ്സിന് മാത്രം ക്യാഷ് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ ഫ്രീ ആക്കി ചെയ്യണം. നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട്. സോ hope this helped you guys. So bye, see you in the next video. Please subscribe.